നമസ്കാരം. ദൈനംദിന ജീവിത ചെലവ് കുത്തനെ ഉയരാൻ പോകുന്നതാണ് സാധാരണക്കാരുടെ മുന്നിലെ ഇനിയുള്ള ദിവസങ്ങൾ. അതിന്റെ ഒടുവിലത്തെ അപായ സൂചനയാണ് വാണിജ്യ സിലിണ്ടറിന് ഇന്നുണ്ടായ 42 രൂപയുടെ വർധന. മിൽമയ്ക്ക് പിന്നാലെ മറ്റ് സ്വകാര്യ പാൽ ഉൽപാദന കമ്പനികളും പാലിന്റെയും തൈരിന്റെയും ഒക്കെ വില കൂട്ടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ഹോട്ടൽ ഭക്ഷണത്തിനും പച്ചക്കറിക്കും എന്നുവേണ്ട സകലമാന സാധനങ്ങൾക്കും ഇനി വില കൂടാൻ പോവുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവും ഉയർന്ന ഊർജ്ജ വിലയും കാലാവസ്ഥാ വ്യതിയാനവും ഒക്കെ കാരണമായി പറയുമ്പോഴും കാലിക്കീശയുമായി ദിവസങ്ങൾ തള്ളി നീക്കേണ്ട അവസ്ഥയാണ് സാധാരണക്കാരന്. ഈ പ്രതിസന്ധിക്ക് ആര് പരിഹാരം കാണും? എൻകൗണ്ടർ എന്ന ഈ വിഷയം പരിശോധിക്കുകയാണ്. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ൽ നിന്ന് ശ്രീ എം പ്രകാശൻ, കോൺഗ്രസിൽ നിന്ന് ശ്രീമതി ദീപ്തി മേരി വർഗീസ്, BJP-യിൽ നിന്ന് ശ്രീ ശ്യാംരാജ്, ഒപ്പം തന്നെ KHRA വിമൻസ് വിങ്ങിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ലില്ലി തോമസും ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. KHRA എന്ന് പറഞ്ഞ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷന്റെ വിമൻസ് വിങ്ങിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ശ്രീമതി ആശ. 4 പേരാണ് നമ്മുടെ അതിഥികളായി ഉള്ളത്. അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ വില വർധനവ് നമ്മുടെ കുടുംബ ബജറ്റുകളെ താളം തെറ്റിക്കാൻ പോകുന്നത് എന്നതിൻ്റെ നേരനുഭവങ്ങൾ വിവരിക്കാൻ വേണ്ടി ഏതാനും വീട്ടമ്മമാർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്ക് ഈ ചർച്ചയുടെ ഇടയിൽ കാണാം. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, പുതിയ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ, UDF സർക്കാർ വന്നപ്പോൾ, മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം നടത്തിയ ആദ്യ വാർത്താ സമ്മേളനങ്ങളിൽ ഒന്നിൽ ഈ ഇന്ധന വില വർധനയും അതിനാനുപാതികമായി സംഭവിക്കാൻ പോകുന്ന വില വർധനയെക്കുറിച്ചും ഗൗരവമായി പരിശോധിച്ചു വരികയാണെന്നും ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കാം എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. നമുക്ക് അറിയാം, ഇപ്പോൾ ഈ കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ പ്രതിമാസ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസത്തേത് പുറത്തു വന്നപ്പോൾ ചില്ലറ വിപണിയിൽ വിലക്കയറ്റം വീണ്ടും ഉയരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. 3000-ലധികം രൂപയാണ് ഒരു സിലിണ്ടറിന്. സ്വാഭാവികമായും ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടാൻ പോകുന്നു. പച്ചക്കറിക്ക് ഇപ്പോൾ തന്നെ വില കൂടിക്കഴിഞ്ഞു. ഗവൺമെൻറ്റിന് എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുക? ഈ വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം പ്രാഥമികമായി സംസ്ഥാന സർക്കാരിൻ്റെതാണല്ലോ. എന്ത് ചെയ്യും? ഒരു പരിപാടിയുണ്ടോ? തീർച്ചയായിട്ടും പ്രാഥമികമായി സംസ്ഥാന ഗവൺമെൻറ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്ധന വില വർധനവ് കഴിഞ്ഞ ഏറെക്കാലമായി, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഏതാണ്ട് BJP-യുടെ ഗവൺമെൻറ് 50 രൂപയ്ക്ക് ഇന്ധനം കൊടുക്കും എന്ന് വാഗ്ദാനം കൊടുത്ത് BJP-യുടെ ഗവൺമെൻറ് മാത്രമല്ല, കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാർ, അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ശ്രീ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ 50 രൂപയ്ക്ക് പെട്രോൾ ഡീസൽ കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ ഇന്ധനം കൊടുക്കും എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് ഓരോ ദിവസവും വിലക്കയറ്റം അല്ലെങ്കിൽ വില കൂടുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ പുതിയ പ്രതിഭാസമൊന്നും അല്ലല്ലോ. കഴിഞ്ഞ ഏറെ കാലമായിട്ട് ദിവസേന എന്നോണം ഈ ഇന്ധന വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഇന്ധന വില പിടിച്ചു നിർത്തുന്നതിന് യാതൊരു തരത്തിലുള്ള നടപടികളോ ചെയ്യാൻ കഴിയുന്ന ചില നടപടികളോ ഒന്നും തന്നെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. 10 വർഷം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് വില കൂട്ടുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിന് വേണമെങ്കിൽ നികുതി ഇളവ് കൊടുക്കാം. അതിന് പകരം സെസ് ഏർപ്പെടുത്തി, ആ സെസ് കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ പറഞ്ഞത് സെസ് ഏർപ്പെടുത്തുന്നത് അത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ക്ഷേമ പെൻഷൻ സമയാസമയത്ത് കൊടുത്തിട്ടുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ അത്തരത്തിൽ ജനജീവിതം ഏറെ ദുസ്സഹമാക്കിയ വർഷങ്ങളാണ് നമ്മൾ കണ്ടുവന്നത്. ഇന്നിപ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിലേറി ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്തിനുള്ള, നമുക്കറിയാം, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നികുതി ഇനത്തിൽ ഇന്ധനത്തിൻ്റെ നികുതി വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് കഴിയുന്നത് പോലെ ഇന്ധനവില കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് എടുത്തിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ഈ 10 വർഷക്കാലം അത്തരത്തിലുള്ള യാതൊരു നടപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ ഭരണത്തിലേറിയതേ ഉള്ളൂ. UDF-നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞു, ഇതിന് വേണ്ട ഇന്ധനവില പിടിച്ചു നിർത്തുന്നതിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കളിവിടെ സൂചിപ്പിച്ച പോലെ
പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള വില വർധനകളുണ്ട്. അതുപോലെ മിൽമയുടെ വില വർധനയൊക്കെ ആണെങ്കിൽ തന്നെ അത് ഈ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായി തീരുമാനിച്ചതൊന്നുമല്ല. ഇപ്പോൾ ഈ ഇന്ധന വില വർധനയാണെങ്കിലും ഇപ്പോൾ പാലിൻ്റെ വില വർധനയാണെങ്കിലും ഒക്കെ ഇത് മുൻ ഗവൺമെൻറ് ഇരിക്കുമ്പോൾ തന്നെ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്ന ഒന്നാണ്. കേന്ദ്ര ഗവൺമെൻറ് വില കൂട്ടുന്ന ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് ഇന്നലെ വരെ തീരുമാനമെടുത്തിട്ടില്ല. ഇനി പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്തു ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കൂടുതൽ ദുരന്തം കൊടുക്കാത്ത രീതിയിൽ, ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കാത്ത രീതിയിലുള്ള നയങ്ങളായിരിക്കും, തീരുമാനങ്ങളായിരിക്കും UDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എടുത്ത തീരുമാനങ്ങൾ, അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. ആ ഭാഗത്തേക്കാണ് എനിക്ക് വരാനുള്ളത്. ഞാൻ അതിന് രണ്ടാം റൗണ്ടിൽ താങ്കളിലേക്ക് വരാം. പ്രകാശ ഭാസ്കർ, ഇവിടെ നമുക്ക് ഇന്ധനത്തിന്റെ വില എടുക്കാം. അപ്പോൾ പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യം എടുക്കാം. അത് ഒരു ഏതാണ്ട് 28 രൂപ 50 പൈസയാണ് 1 ലിറ്റർ പെട്രോളിൽ സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. അത് 30 രൂപ 8%, 30.08% അതിൻ്റെ വിൽപ്പന നികുതിയാണ്, വാറ്റാണ്. പിന്നീട് 1 രൂപ അധിക വിൽപ്പന നികുതിയാണ്. പിന്നെ 1% എന്നത് അധിക സെസ്സാണ്. അതിനോടൊപ്പം 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ്, ഇത് ചേർത്താണ് ഈ തുക ഉണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാ കാലത്തും നമ്മൾ പറയുന്നത് കേന്ദ്ര സർക്കാർ അവരുടെ എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കട്ടെ എന്നാണ്. എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ കുറച്ച ശേഷവും ഈ വില വർധനവിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന പേരിൽ പിരിക്കുന്ന തുക കുറച്ച് വേണമെങ്കിൽ ഈ ഇന്ധന വില വർധനവിൽ നിന്ന് നേരിയൊരു ആശ്വാസം പകരാൻ സംസ്ഥാന സർക്കാരിന് കഴിയും. ഇവിടെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞത് ഈ സർക്കാർ വന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനങ്ങളുടെ ഭാഗം എന്ന നിലയിലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിന് ഇനി ഒന്നും ചെയ്യാനില്ല എന്നാണോ, അതോ ഇതിനെല്ലാം ജനം കുറ്റം പറയേണ്ടത്, അല്ലെങ്കിൽ ജനം ഇതിലെ തെറ്റുകാരായി കാണേണ്ടത് പോയ സർക്കാരിനെയാണോ? പ്രകാശ് മാസ്റ്റർ. കഴിഞ്ഞ 5 വർഷക്കാലം വിലക്കയറ്റം UDFും കോൺഗ്രസും പ്രധാനമായി ഉന്നയിച്ച ഒരു വിഷയമാണ്. ആ സന്ദർഭങ്ങളിലെല്ലാം വിലക്കയറ്റം തടയുന്നതിന് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യാനാവുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ചെയ്യാൻ മുന്നോട്ടേക്ക് വന്നൊരു ഗവൺമെൻറ്റാണ് LDFിൻ്റെ ഗവൺമെൻറ്. 2 സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടുമായിരുന്ന നികുതി വിഹിതം, വിൽപ്പന നികുതി വിഹിതം വേണ്ടെന്ന് വെക്കാൻ ആ ഗവൺമെൻറ് സന്നദ്ധമായി. ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ച് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൂടെ അത് വിതരണം ചെയ്യാനും, മാവേലി സ്റ്റോറുകൾ, റേഷൻ ഷോപ്പുകൾ ഇവയിലൂടെയൊക്കെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭരിച്ച് നൽകാനുമുള്ള ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ കേരളത്തിലെ വില ഒരു പരിധിക്കപ്പുറം വർദ്ധിക്കാതിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നാൽ മൗലികമായ വിഷയം എന്താ? ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി യഥാർത്ഥത്തിൽ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായാണ് എന്നുള്ളത് വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കൃത്യമാണ്. ഇപ്പോൾ സ്വാതന്ത്ര്യാനന്തര കാലത്ത് 2010 വരെ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ പെട്രോളിൻ്റെ, ഡീസലിൻ്റെ, പാചക ഗ്യാസിൻ്റെ വില ആരാ നിശ്ചയിച്ചു വന്നിരുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. എന്നാൽ അത് തങ്ങൾക്ക് അധികാരം വേണ്ട, അത് സ്വകാര്യ എണ്ണ കമ്പനികൾ വിൽക്കട്ടെ, തീരുമാനിക്കട്ടെ എന്ന് തീരുമാനിച്ചത് മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് അല്ലേ? മൻമോഹൻ സിംഗ് കോൺഗ്രസ് അല്ലേ? എവിടെ അവരുടെ രണ്ടാമത്തെ ഗവൺമെൻറ് അല്ലേ അത്ര തീരുമാനമെടുത്തത്? ആ തീരുമാനം തന്നെയല്ലേ BJPയുടെ ഗവൺമെൻറ് 2014 വന്നപ്പോൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചത്? അപ്പോൾ രാജ്യത്തിനകത്തെ പെട്രോളിയം കമ്പനികൾക്ക് ഇഷ്ടം പോലെ വില വർദ്ധിപ്പിക്കാൻ അനുവാദം കൊടുത്തത് മറ്റാരുമല്ല, കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ആദ്യം, പിന്നീട് BJPയുടെ ഗവൺമെൻറ്. അവർ ചേർന്നാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. എന്താ ഈ 2 ഗവൺമെൻറ്റുകളും, കോൺഗ്രസ് ആവട്ടെ BJP ആവട്ടെ, വില വർദ്ധിക്കുമ്പോൾ പറയുന്ന കാര്യം എന്താ? രാജ്യത്തിലെ എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടമാണ്. യഥാർത്ഥത്തിൽ അതിൽ വല്ല വസ്തുതയുണ്ടോ? നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള 3 എണ്ണ കമ്പനികളുണ്ടല്ലോ. ആ 3 എണ്ണ കമ്പനികൾ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് അവർ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ലാഭവിഹിതം എത്രയാണ്? 1.27 ലക്ഷം കോടി. ആകെ കിട്ടുന്ന ലാഭത്തിൻ്റെ 42.3% മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ. അത് മാത്രം 1.27 ലക്ഷം കോടിയാണ്. ഇപ്പോൾ IOC ആവട്ടെ, അല്ലെങ്കിൽ BPCL ആവട്ടെ, SPCL ആവട്ടെ, അവർക്കെല്ലാമുള്ള ലാഭങ്ങൾ കോടികളാണ്. ഞാനതിന് കണക്കെല്ലാം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നേരത്തെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റും ഇപ്പോൾ BJPയുടെ ഗവൺമെൻറ് പറയുന്നത് അവരുടെ നഷ്ടം ഒഴിവാക്കാൻ അവർക്ക് ഈ വില വർദ്ധിപ്പിക്കാൻ അധികാരം കൊടുത്തു വന്നാണ്. ഈ ജനങ്ങളെ പറ്റിക്കലാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും ശക്തമായിട്ട് കോൺഗ്രസ് ഉന്നയിച്ച കാര്യം എന്താ? സംസ്ഥാന ഗവൺമെൻറ് അതിന് കിട്ടുന്ന വിൽപ്പന നികുതി ഉപേക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ വിലവർധന 10 ദിവസക്കാലം കൊണ്ടുള്ള വിലവർധനയുടെ ഫലമായിട്ട് എന്താ കേരളത്തിലെ കോൺഗ്രസ് UDF ഗവൺമെൻറ് കിട്ടുക? 1191 കോടി രൂപ. ഇപ്പോൾ വിൽപ്പന നികുതി ദിനത്തിൽ
പെട്രോളിന് മേലെ 30.08% സ്റ്റേറ്റിനാണ്, ഡീസലിന് മേലെ 22.76% സ്റ്റേറ്റിനാണ്. അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തിന് യഥാർത്ഥത്തിൽ 1191 കോടി രൂപ ഈ വർധന വഴി കിട്ടും. ഇത്രയും കാലം പറഞ്ഞ നിലപാടാണ് UDF എങ്കിൽ ആലോചിക്കാതെ പറയാൻ വേണ്ടി കഴിയേണ്ടതല്ലേ? ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾ വന്നാൽ അത് ഉപേക്ഷിക്കുമെന്നായിരുന്നില്ലേ ഇവിടെ UDF അതുപോലെ ഇന്നത്തെ മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞു വന്നത്? ഇപ്പോഴെന്താ ആ ഒരു നിലപാട്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോൾ ഇന്ധന വില വർധനയുടെ കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ ദീപ്തി മേരി വർഗീസ് പറഞ്ഞു ഈ സംസ്ഥാന സർക്കാരിന് മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പ്രതിസന്ധി സൃഷ്ടിച്ചതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം തുടരുന്ന സാഹചര്യം, ആ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യം, 2 ഈ ഊർജ്ജവില ഇങ്ങനെ കുത്തനെ ഉയരുന്ന സാഹചര്യം, ഇനി അതിനും അപ്പുറത്ത് കാലാവസ്ഥ വ്യതിയാനം, ഇപ്പോൾ എൽനിനോ പോലെയുള്ള പ്രതിഭാസം, അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, ഇങ്ങനെ പല പല കാരണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. പക്ഷെ കാരണങ്ങൾ എന്തായാലും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച്, സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ മുഴുവൻ ബജറ്റിൻ്റെയും താളം തെറ്റിക്കുന്ന, അവരുടെ നിത്യോപയോഗ സാധനങ്ങളിൽ വലിയ വില വർധനമുണ്ടാകുന്ന, അന്യ ഇടങ്ങളിൽ പോയി താമസിക്കുന്ന, ഇതര സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്നവർക്ക് ഹോട്ടൽ ഭക്ഷണത്തിന് പോലും അവരുടെ കയ്യിൽ കാശ് തികയാത്ത ഒരു പരിതസ്ഥിതിയിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ താങ്കൾ ഈ വിഷയങ്ങളെ പരിശോധിക്കുമ്പോൾ ഇതിൽ കേന്ദ്രമാണോ ഇതിൽ ഇടപെടൽ നടത്തേണ്ടത്, അതോ സംസ്ഥാന സർക്കാരാണോ? ഇപ്പോൾ താങ്കൾ മാർക്കറ്റ് ഇൻ്റർവെൻഷനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെയുള്ള ശരിയായ സമയമായി കഴിഞ്ഞു, ഈ ചുരുങ്ങിയ സമയത്തിനുള്ള ഒരു തീരുമാനമെടുക്കാൻ ഈ ഗവൺമെൻറ്റിനും എന്ന വിമർശനമാണോ താങ്കൾക്കുള്ളത്? അല്ല, LDFൻ്റെ ഗവൺമെൻറ് കൈകാര്യം ചെയ്തു പോകുന്ന നടപടികൾ തുടർന്നാൽ മതി. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് ഈ വില വർദ്ധിപ്പിക്കുന്നതിന് ന്യായമായിട്ട് പറയുന്നത് എന്താ? നമുക്ക് ആവശ്യമായിട്ട് ക്രൂഡ് ഓയിൽ മിക്കവാറും ഏതാണ്ട് 90% ഇറക്കുമതിയാണ്. ഈ ക്രൂഡ് ഓയിലിന് യുദ്ധം ആരംഭിക്കുന്ന സമയത്തുണ്ടായിരുന്ന വില എത്രയാ? $60 മുതൽ $68 വരെ. അന്ന് എന്തായിരുന്നു? ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറക്കാൻ, ₹1 കുറക്കാൻ കേന്ദ്രം തയ്യാറായിട്ടുണ്ടോ? ആ കാലത്ത് എന്തെങ്കിലും ഒരു വാക്കുരിയാടാൻ കോൺഗ്രസിന് നട്ടലുണ്ടായിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് വിലക്കയറ്റത്തിന് ഉത്തരവാദി ആരാ? UDFനെ സംബന്ധിച്ച് കേരളത്തിൽ LDFൻ്റെ ഗവൺമെൻറ് മാത്രമല്ലേ? ഒരവസരത്തിലെങ്കിലും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താൻ അവർ മുന്നോട്ടേക്ക് വന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? ഇപ്പോൾ തന്നെ വില വർദ്ധിപ്പിച്ചപ്പോഴാണ്. ഇപ്പോൾ മെനഞ്ഞാന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും, അന്താരാഷ്ട്ര രംഗത്ത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിരിക്കുകയാണ്. $120 നിന്ന് $97.6 കുറഞ്ഞ ദിവസമല്ലേ ഈ വില വർദ്ധിപ്പിച്ചത്? എന്ത് ന്യായീകരണ? അപ്പോൾ വില വർദ്ധിക്കുന്നതിന് ആധാരമായിട്ടുള്ള അന്താരാഷ്ട്ര സ്ഥിതി, പശ്ചിമേഷ്യയിലെ സംഘർഷം, അതുപോലെയുള്ള കാര്യങ്ങൾ, അത് ഉണ്ടാക്കുന്നതിൽ മോഡിക്ക് എന്താ പങ്ക്? അമേരിക്കയുടെ കൂടെ ചേർന്ന് ലോകത്ത് ഒരു രാജ്യവും ചെയ്യാത്ത രൂപത്തിൽ അമേരിക്കയുടെ കൂടെ ചേർന്ന് പശ്ചിമേഷ്യൻ സംഘർഷം ഉണ്ടാക്കിയതാരാ? നരേന്ദ്രമോദി കൂടി ചേർന്നില്ലല്ലേ? എന്നിട്ട് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ പേര് പറഞ്ഞ് വർദ്ധിപ്പിക്കുന്ന ഈ വില, നേരത്തെ വില കുറഞ്ഞ സമയത്ത് വില കുറയ്ക്കാൻ അവർ സന്നദ്ധമായിട്ടില്ലല്ലോ. ഇപ്പോഴാവട്ടെ ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞപ്പോഴല്ലേ ഈ വില കൂട്ടുന്നത്. ഇനി ഇതിനോടെടുക്കുന്ന കോൺഗ്രസിൻ്റെ നിലപാട് ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിൽ എപ്പോഴെങ്കിലും രാജ്യത്തിനകത്തുള്ള വിലക്കയറ്റത്തിന് ഏതെങ്കിലും നിലക്ക് കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഒരു വാക്കുരിയാടാൻ ഈ കോൺഗ്രസിന് കേരളത്തിൽ സാധിച്ചിട്ടുണ്ടോ? അവർക്ക് LDFനെ കുറ്റപ്പെടുത്തുക, അതിനുവേണ്ടി മാത്രമല്ലേ അവർ കാര്യങ്ങൾ ഉപയോഗിച്ചുള്ളത്. പിന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായ നിലക്ക് തന്നെ കാണാൻ വേണ്ടി കഴിയും, ഇവിടെ കോൺഗ്രസും BJPയും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് വില നിശ്ചയിക്കാൻ അധികാരം സംബന്ധിച്ച് എന്തേ ഉണ്ടായിട്ടുമില്ല, അവർക്ക് പറയാൻ വേണ്ടി കഴിയണ്ടേ? പിന്നെ രാജ്യത്ത് രൂപയുടെ വില കണ്ടമാനം കുറയാണ്, അത് വിലക്കയറ്റത്തിന് കാരണമല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നരേന്ദ്രമോദി ഗവൺമെൻറ് വരുമ്പോൾ $1 വില എത്രയാ രൂപക്ക്? നിങ്ങൾ കാണാൻ കഴിയും, ₹61. ഇന്നത്തെ വില എത്രയാ? 95.9, ₹96. ഈ രൂപയുടെ വില കുറയുന്നതിന് ആരാ കാരണം? അതിനെ സംബന്ധിച്ച് എന്തേ കോൺഗ്രസ് മിണ്ടാതിരിക്കുന്നത്? കോൺഗ്രസ് ആണല്ലോ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, പിന്നിട്ട് പോയിട്ടുള്ള 10 വർഷക്കാലമായിട്ട് രാജ്യത്തിലെ രൂപയുടെ വില കണ്ടമാനം ഇടിച്ചു താഴുന്ന ഒരു നില വരുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ നട്ടൽ കാണിച്ച പാർട്ടിയാണോ ഈ കേരളത്തിലുള്ള കോൺഗ്രസ്? ഇവിടെ എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ പറയാനോ സമരം ചെയ്യാനോ അവരുണ്ടായിട്ടുണ്ടോ? അപ്പോൾ അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അധികാര കസേര വരുന്നതിന് വേണ്ടി ഇത്തരം വിഷയങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് ജനകീയ പ്രശ്നങ്ങൾ ഒരു വിഷയമേ അല്ല. അത്തരം കാര്യങ്ങൾ അവർ അലട്ടുന്നേ ഇല്ല. ഇപ്പോൾ ഞങ്ങൾ LDFൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തും കേന്ദ്രം ഉണ്ടാക്കിയ വിലക്കയറ്റത്തിനെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ജനങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അല്ല ശരി പ്രകാശ് മാസ്റ്റർ, നമുക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം. ഞാൻ ശ്രീ ശ്യാംരാജിലേക്ക് പോട്ടെ. ശ്രീ ശ്യാംരാജ്, ഇവിടെ ഈ രൂപയുടെ വില കുത്തനെ ഇടിഞ്ഞത് യഥാർത്ഥത്തിൽ നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വില വർധനവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ കേരളത്തിലാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയും പ്രതിപക്ഷത്തിരിക്കുന്ന പ്രധാന പാർട്ടിയും ഒക്കെ ആദ്യം കുറ്റപ്പെടുത്തുക കേന്ദ്ര സർക്കാരിനെയാണ്. ഇപ്പോൾ ഇന്ധന വിലയുടെ കാര്യമെടുക്കാം. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുമ്പോഴും അതിൻ്റെ ഗുണം സാധാരണക്കാർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു പരാതി. മറ്റൊന്ന്, പച്ചക്കറികൾക്കും പലവ്യഞ്ജനങ്ങൾക്കും പാചകവാതകത്തിനും ഒക്കെ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനം കൂടി ഒരു കാരണമായി കാണിക്കുമ്പോൾ
ഈ ഭക്ഷ്യ ആരോഗ്യ സബ്സിഡികൾ വെട്ടിക്കുറച്ച് അത് സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് എന്ന വിമർശനം ഒരു ഭാഗത്തുയരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം വെട്ടിക്കുറച്ചത് അത് ഗ്രാമീണ മേഖലയിൽ ജനങ്ങളുടെ വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന ആക്ഷേപമുയരുന്നു. അങ്ങനെ വിലക്കയറ്റം നേരിടാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എടുക്കുന്ന നടപടികൾ ഫലപ്രദമാകുന്നില്ല എന്ന ആക്ഷേപമാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തുന്നത്. കേന്ദ്രത്തിന് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നാണോ ശ്രീ ശ്യാംരാജ്? നോക്കൂ ഗോപികൃഷ്ണ, താങ്കൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. കേന്ദ്രത്തിന് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല, കേന്ദ്രത്തിന് ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഒന്ന് നമ്മുടെ രൂപയുടെ മൂല്യത്തിൻ്റെ ഡിക്ലൈൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു തുടക്കം മുതലുള്ളൊരു കാര്യങ്ങൾ എടുത്തു നോക്കൂ. നമ്മുടെ രാജ്യത്തിൻ്റെ 47-കളിൽ എത്രയായിരുന്നു, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഹൈപ്പ് എത്രയായിരുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അതിനകത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന ഒരു ഉയർച്ച താഴ്ചകളെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇന്ധനവിലയുടെ കാര്യം ഏകദേശം 85-90% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആഗോളതലത്തിൽ ഉണ്ടാകുന്ന ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയെ സംബന്ധിക്കുന്ന ഏതൊരു കാര്യത്തിനെയും അത് നമ്മുടെ രാജ്യത്തിന് റിഫ്ലക്റ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പം പ്രധാനമായിട്ടും ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടായിട്ടുള്ള യുദ്ധവും അതിനോട് ചേർന്നിട്ടുള്ള ആ സാഹചര്യങ്ങളൊക്കെയാണ് ഇന്ധനവില ഇങ്ങനെ ആഗോളതലത്തിൽ ഉയരാൻ വേണ്ടിയിട്ട് തന്നെ കാരണം. അത് പറയുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മുടെ സൗദി അറേബ്യ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണല്ലോ. അവിടെ കഴിഞ്ഞ ഈ പശ്ചിമേഷ്യയിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുൻപും അതിനുശേഷവും പെട്രോളിനുണ്ടായിട്ടുള്ള അവരുടെ രൂപയിൽ ഉള്ള മാറ്റം എന്ന് പറയുന്നത് ഏകദേശം 57 to 60 രൂപയാണ്. ഡീസലിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏകദേശം 45 to 50 രൂപയാണ്. അതേതാണ് UAE പോലെയുള്ള പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. മറുവശത്ത് ഇന്ത്യയിൽ എന്താണ് സ്ഥിതി? 10 to 12 രൂപയാണ് നമ്മുടെ ഈ യുദ്ധത്തിന് മുമ്പ് ശേഷവുമായിട്ട് വർദ്ധിക്കപ്പെട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കോളൂ. ഞാൻ മുഴുവൻ ലിസ്റ്റ് നിങ്ങൾക്ക് എടുത്തു തരാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഏതൊരു രാജ്യം, ഇന്ത്യ, US, UK മുഴുവൻ രാജ്യങ്ങൾ എടുത്താലും അതിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ വില വർദ്ധിച്ചിട്ടുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അത് വെറുതെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ചാലും അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞപ്പോൾ അതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടാതിരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് എന്താണ്? അല്ല, ഞാൻ പറയട്ടെ. ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് അതിലോട്ട് ഞാൻ വരാം. നോക്കൂ, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ലോകത്തിൽ മുഴുവൻ, അതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ള മുഴുവൻ രാജ്യങ്ങളിലും, അതായത് US-ലായിക്കോട്ടെ, US-ലെ പെട്രോളിന് 75 to 85 രൂപയാണ് കൂടിയിട്ടുള്ളത്. ജർമ്മനിയിൽ 150, ഞാനെല്ലാം പറയുന്നത് രൂപയിലാട്ടോ, 150 to 165 രൂപ വരെ ജർമ്മനിയിൽ പെട്രോളിന് കൂടുമ്പോൾ ഇന്ത്യയിൽ കൂടിയിട്ടുള്ളത് എത്രയാണ്? 10 to 12 രൂപ മാത്രമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മൾ വലിയ രീതിയിൽ ഇതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അത് വെറുതെ സാധിച്ചിട്ടുള്ളതല്ല. അത് ഞാൻ പറഞ്ഞുതരാം. 2021 November 4 കേന്ദ്ര സർക്കാർ പെട്രോളിന് 5 രൂപയും ഡീസലിന് 10 രൂപയും വെച്ചിട്ട് അതിൻ്റെ വില ടാക്സ് വേണ്ട എന്ന് വയ്ക്കുകയുണ്ടായി. 2022 8 രൂപയും 6 രൂപയും അതേപോലെ തന്നെ മാറ്റുകയുണ്ടായി. ഏറ്റവും അവസാനം നോക്കൂ, 2024 2 രൂപ വെച്ച് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ 2026 അതായത് ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇറക്കുമതി ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ടാക്സിൽ നിന്ന് 10% പെട്രോളിന്റെ ഡീസലിന്റെയും കുറിച്ചിട്ടുള്ളത്. അന്ന് നോക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന് 0 പൈസ, അതായത് 1 രൂപ പോലും ഈ ഡീസലിന്റെ ഇറക്കുമതിയിൽ അല്ലെങ്കിൽ ഡീസൽ ഇറക്കുമതി ചെയ്ത് കഴിയുമ്പോൾ ഡീസലിന്റെ ടാക്സിൽ ലാഭം കിട്ടുന്നുണ്ടായില്ല. അപ്പൊ ആ രീതിയിൽ രാജ്യത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അത് ബാധിക്കാതിരിക്കുന്നതിൽ വലിയൊരു പങ്ക് കേന്ദ്ര സർക്കാർ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മറ്റു രാജ്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള ഏത് രാജ്യവും നിങ്ങൾ എടുത്ത് നോക്കൂ, നമ്മളെപ്പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വികസിതമായിട്ടുള്ള ഏത് രാജ്യങ്ങൾ എടുത്തു നോക്കിയാലും ആ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതിന്റെ വളരെ ചെറിയൊരു ശതമാനത്തിൽ മാത്രമാണ് വർധനം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് ഈ കേന്ദ്ര സർക്കാർ വലിയ രീതിയിൽ ടാക്സ് കുറച്ചപ്പോൾ ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി. പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ടാക്സ് കുറയ്ക്കാൻ വേണ്ടി തയ്യാറായി. കേരളം ചെയ്തത് എന്താണ്? ഈ പ്രകാശൻ മാഷുടെ LDF സർക്കാർ ഭരിക്കുന്ന സമയത്ത്, ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് മറ്റൊട്ടുമിക്ക സംസ്ഥാനങ്ങളും ടാക്സ് കുറച്ചപ്പോൾ സെസ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ സാമൂഹിക പെൻഷന് വേണ്ടിയിട്ട് സെസ് എന്ന് പറഞ്ഞിട്ട് 2 രൂപ കൂട്ടി ആര്? ഈ സർക്കാർ. എന്നിട്ട് സാമൂഹിക പെൻഷൻ കൊടുത്തോ? അതുപോലും കൃത്യമായിട്ട് കൊടുത്തിട്ടില്ല എന്ന്. അതായത് ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറയ്ക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ടാക്സ് കുറച്ചപ്പോൾ കേരളത്തിൽ സെസ് എന്ന് പറഞ്ഞ് ടാക്സ് കൂട്ടുക മാത്രമല്ല, ആ പറഞ്ഞ കാരണം സാമൂഹ്യ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ആ പെൻഷൻ കൊടുത്തിട്ട് പോലുമില്ല. ഇന്ന് നിങ്ങളിപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ നിങ്ങൾ വിട്ടോളൂ. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ഒക്കെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. അവിടെയും നോക്കൂ, തമിഴ്നാട്ടിൽ പെട്രോൾ മറ്റേ കർണാടകത്തിലും കമ്പയർ ചെയ്യുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ
കൂടുതൽ പെട്രോളിന് വിലയുള്ള ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണെന്നേ. നമ്മുടെ രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് തെലങ്കാന കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ ടാക്സ് ചുമത്തുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അപ്പോൾ എന്താണ് അതിന് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കാത്തത്? ഞാൻ ചോദിക്കുന്നത്, ഇത്ര നാളും ഭരിച്ചിരുന്ന ഈ സംസ്ഥാനം നമ്മുടെ LDF സർക്കാരിന് എന്താണ് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കാത്തത്? ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാരിന് എന്തുകൊണ്ടാണ് മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കാത്തത്? ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ താങ്കൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ കേട്ടു. ഇനി ഒരു നിമിഷം ശ്രീമതി ആശാ ലില്ലി തോമസ് അവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ KHRA വിമൻസ് വിങ്ങിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ശ്രീമതി ആശ, ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സാധാരണക്കാരായ വീട്ടമ്മമാർ എങ്ങനെയാണ് ഈ വിലക്കയറ്റത്തെ അവർ കാണുന്നത്? അത് അവരുടെ കുടുംബ ബജറ്റിനെ എത്രത്തോളം താളം തെറ്റിക്കുന്ന ഒന്നാണ്? അവർക്കതിൽ പ്രതിഷേധമുണ്ടോ? ആരെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്? എങ്ങനെയാണ് അവരിതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു മാർഗം അവർക്ക് എന്താണ് നിർദ്ദേശിക്കാനുള്ളത് എന്നൊക്കെ നമുക്ക് നോക്കാം. നമ്മളോടൊപ്പം കുറച്ച് വീട്ടമ്മമാർ ചേരുന്നുണ്ട്. ശ്രീമതി ആശ, അവർ ഉള്ളത് തിരുവനന്തപുരത്തെ പുതുക്കുറിച്ചി ബീച്ചിലാണ്. അവിടെ ഞങ്ങളുടെ പ്രതിനിധി ജിബിൻ JB കൂടി ഉണ്ട്. ജിബിൻ, നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഈ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. അത് ഇന്ധന വില വർധനവിൽ തുടങ്ങി, ഇനിയിപ്പോൾ സ്വാഭാവികമായും ചരക്ക് ഗതാഗതം വിലപിടിപ്പുള്ളതാകാൻ പോകുന്നു. കേരളം പോലെ ഒരു ഉപഭോഗ സംസ്ഥാനത്തെ സംബന്ധിച്ച് കൂടുതൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളൊക്കെ പുറത്തുനിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ളതാണ്. സ്വാഭാവികമായും ഇനി പച്ചക്കറിയുടെയൊക്കെ വില കൂടാൻ പോകുന്നു. ഇവിടെ ഇപ്പോൾ ഈ പാചകവാതക സിലിണ്ടറിൻ്റെ വില, അതായത് വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടിയോടുകൂടി ഹോട്ടൽ ഭക്ഷണത്തിന് വില കൂടാൻ പോകുന്നു. ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം വഴിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. പുതുക്കുറിച്ചിയിലെ വീട്ടമ്മമാർ, അവിടുത്തെ കുടുംബം എങ്ങനെയാണ് ഈ കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത്? എന്താണ് ജിബിൻ അവർക്ക് പറയാനുള്ളത്? GK, ഇന്ധന വില വർധനവ്, അതുപോലെ തന്നെ സിലിണ്ടറുകളുടെ വില വർധനവ്, ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് വീട്ടമ്മമാരെയാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ ഫാമിലി ബഡ്ജറ്റ്, അത് പ്ലാനിങ് തന്നെ പൂർണ്ണമായി തകരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഞാൻ നിൽക്കുന്നത് പുതുക്കുറിച്ചി ബീച്ചിലാണ്. ഇവിടെ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് മത്സ്യബന്ധനം ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന കുറച്ച് അമ്മമാരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കാരണം ഈ മത്സ്യബന്ധനത്തിന് ഉൾക്കടലിലേക്ക് പോകുമ്പോൾ അവർക്ക് ഇന്ധനം ആവശ്യമുണ്ട്. മാസങ്ങളോളം ഉൾക്കടലിൽ നിന്ന് മത്സ്യബന്ധനം ചെയ്യുമ്പോൾ ഈ ബോട്ടുകളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിന് അവർക്ക് സിലിണ്ടറുകൾ ആവശ്യമുണ്ട്. പിടിച്ചുകൊണ്ടുവരുന്ന ഈ മത്സ്യങ്ങൾ കടകളിലേക്ക് എത്തിച്ച് അല്ലെങ്കിൽ വീടുകളിലേക്ക് എത്തിച്ച് വിൽക്കുന്നതിനും അവർക്ക് ആ വാഹനങ്ങൾ പോകുന്നതിനും ഇന്ധനം ആവശ്യമുണ്ട്. അങ്ങനെ ഇവരുടെ ഫാമിലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് ആകെ താറുമാറായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഈ അമ്മമാരോട് തന്നെ അവരുടെ ഒരു പ്രതികരണം ചോദിക്കാം. ചേച്ചി, ഇത് ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടമ്മമാരെയാണ്. പ്രത്യേകിച്ച് ഈ മത്സ്യത്തൊഴിലാളികളായി നിങ്ങൾ വീട്ടമ്മമാർ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട് ഈ ഒരു വില വർധന. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞങ്ങൾക്കതിനെ കാണാനുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഗ്യാസ് കിട്ടാനില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഗ്യാസ് കിട്ടിയാൽ തന്നെ 1 മാസത്തിൽ 2 മാസത്തിൽ ഒരു പ്രാവശ്യം ഒരു ഗ്യാസ് കിട്ടുന്നുണ്ട്. ആ ഗ്യാസ് വെച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഗ്യാസിൻ്റെ വില കൂടിക്കൊണ്ട് പോകുന്നു. ഈ ഗ്യാസ് വില കൂടുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഞങ്ങൾ വലിയ പരാജയത്തിലാണ് ജീവിക്കുന്നത്, ഈ ഗ്യാസിൻ്റെ വില കൂടുതൽ സംബന്ധിച്ച്. വിഷർമാനാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാരും അച്ഛന്മാരും അമ്മമാരും. ഞങ്ങൾ പാരമ്പര്യമേ വിഷർമാന്മാരാണ്. ഞങ്ങൾക്ക് ഈ ഗ്യാസ്, മണ്ണെണ്ണ, പെട്രോളും ഇതെല്ലാത്തിനും ഇങ്ങനെ കുത്തനെ വില ഉയർന്നുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ ജീവിതം ആകെപ്പാടെ താറുമാറായി ജീവിക്കുകയാണ് ഞങ്ങളിപ്പോൾ. ഞങ്ങൾ കടലിനും കരയ്ക്കില്ലാത്ത, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചേച്ചി, നിങ്ങൾ ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ഒരു ഫാമിലി ബഡ്ജറ്റ് ഇടുമ്പോൾ ഈ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില, അതുപോലെ തന്നെ പച്ചക്കറി വാങ്ങുന്ന വില, ഇതൊക്കെ പ്ലാൻ ചെയ്താണ് എടുത്തത്. അപ്പോൾ ഈ പച്ചക്കറിക്കൊക്കെ ഈ ഇന്ധനത്തിന് വില കൂടിയതുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുമ്പോൾ ഈ പച്ചക്കറിക്ക് ഉൾപ്പെടെ വില വർദ്ധിക്കുകയാണ്. അപ്പോൾ അടിസ്ഥാനമായി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്കെല്ലാം വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ ഈ മത്സ്യത്തൊഴിലാളി മേഖലയാണ്. അപ്പോൾ ഞങ്ങളുടെ വരുമാനം നിജപ്പെടുത്തിയിട്ടില്ല. കിട്ടുമ്പോൾ കിട്ടും, അല്ലാത്തപ്പോൾ കിട്ടാത്തൊരവസ്ഥയാണ്. അത് വെച്ചാണ് ഞങ്ങളെ കുടുംബത്തിൻ്റെ ബഡ്ജറ്റുകൾ ഇവർ ക്രമപ്പെടുത്തുന്നത്. അപ്പം ഗ്യാസിൻ്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധനവ് മൂലം ഇപ്പോൾ ആകപ്പാടെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ കുടുംബങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്ക് പട്ടിണിയിലാണ് പല കുടുംബങ്ങളും നടക്കുന്നത്. ഇവിടെ നമുക്ക് പരമ്പരാഗതമായി വിറകടുപ്പോ ബാക്കിയുള്ളതോ ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്കറിയാം, വളരെ നെരുങ്ങിയാണ് ആളുകൾ താമസിക്കുന്നതിന്. അപ്പോൾ ഗ്യാസിൻ്റെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർധന മൂലം പലപ്പോഴും പല കാര്യങ്ങളും ഉപേക്ഷിക്കപ്പെടുന്നത്. കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കുന്ന കുടുംബങ്ങൾ, അതുപോലെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി കൂടുതൽ ഇങ്ങനെ ഒരു അവസ്ഥയിലാകുമ്പോൾ അവർ നിത്യം പട്ടിണിയിലാകുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഗ്യാസിൻ്റെയും പെട്രോളിൻ്റെയും വില വർധനവിന് അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ ഈ ഗ്രാമങ്ങളിലുണ്ടാകും. അമ്മ, നിങ്ങളുടെയൊക്കെ പണ്ട് മുതൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തിങ്ങിയാണ് ഓരോ വീടുകളിൽ നിങ്ങൾ പാർക്കുന്നത്. അപ്പോൾ ഈ അടുപ്പ് കൂട്ടി കത്തിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ വിറക് ശേഖരിക്കുക എന്നുള്ളത് സാധിക്കില്ല. കുനിഞ്ഞ് തീ കൂടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, പ്രായം കഴിഞ്ഞവരും. അതുകൊണ്ട് ഗ്യാസിന് വില കുറയണം.
ആഹാരത്തിനുള്ള അതെല്ലാം വില കൂടിക്കൊണ്ടുവരണം. അതെല്ലാം നമുക്ക് വേല ചെയ്യാൻ ആരുമില്ല, നമ്മൾ പാവങ്ങളാണ് കേട്ടാ. ഈ അമ്മച്ചിമാർ കടയിൽ പോയി എപ്പം കിട്ടും? ജോലി ഇല്ലാത്തവരുമുണ്ട്, ജോലി ഉള്ളവരുമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാത്തിനും വില കുറയ്ക്കണം. പച്ചക്കറിക്ക് ഉൾപ്പെടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും വില കുറയണം. അത് തന്നെ പറയണം, എല്ലാ വില കുറയണം. ഇത് വളരെ പ്രധാനപ്പെട്ടാണ് ജിബിൻ. അതായത് കേരളത്തിൽ കഴിയുന്ന ഏറ്റവും സാധാരണക്കാരെ, ഇപ്പൊ നമ്മളെയൊക്കെ പോലെ വളരെ സാധാരണക്കാരായ കുടുംബങ്ങളിൽ നിന്നുള്ള ശബ്ദമാണ്, അവരുടെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് തിരുവനന്തപുരത്തെ പുതുക്കുറിച്ചി ബീച്ചിലുള്ള വീട്ടമ്മമാരാണ് നമ്മളോട് ഈ സംസാരിച്ചത്. ഞാൻ ഈ പാനലിസ്റ്റുകളൊക്കെ ഇവർ പറയുന്നത് കേൾക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവരെങ്ങനെയാണ് അവരുടെ നിത്യജീവിതത്തെ ഈ വിലക്കയറ്റമൊക്കെ ബാധിച്ചിരിക്കുന്നത്? ശ്രീമതി ആശാ ലിലി തോമസ് ഒക്കെ ഇത് കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. മാഡം, ഞാൻ ഒരൊറ്റ നിമിഷം താങ്കളിലേക്ക് വരുന്നതിന് മുൻപ് കോഴിക്കോട് ഗോവിന്ദപുരം PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മടമുണ്ട്. അവിടെയും കുറേ വീട്ടമ്മമാർ അവരുടെ പരിദേവനങ്ങൾ പറയാൻ വേണ്ടി നമ്മളോടൊപ്പമുണ്ട്. ഈ വിലക്കയറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്, എങ്ങനെയാണ് അവരതിനെ തരണം ചെയ്യാൻ പോകുന്നത്, അവരെന്താണ്, ഏത് തരത്തിലുള്ള ഇടപെടലാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ. പുതുക്കുറിച്ചിയിലെ അമ്മമാർ ഇപ്പോൾ പറഞ്ഞത് ഗ്യാസ് അവർക്ക് കിട്ടാനില്ല, ഗ്യാസിൻ്റെ വില കുറയ്ക്കണം, അതുപോലെ തന്നെ പഴം, പച്ചക്കറി, ഈ സാധനങ്ങളുടെ ഒക്കെ വില കുറയ്ക്കണം. കാരണം അവരുടെ ജീവിതം വഴിമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നു. അതിലുള്ള പ്രതിഷേധവും വിഷമവും ഒക്കെയാണ് അവർ പങ്കുവെക്കുന്നത്. നമുക്ക് പോകാം ഗോവിന്ദപുരം PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിൽ. ദീപക് ധർമ്മടം നമ്മളോടൊപ്പമുണ്ട്. ദീപക്, നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിലക്കയറ്റത്തെക്കുറിച്ചാണ്. ഈ വിലക്കയറ്റം എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ബാധിക്കുന്നത്, ജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ്. ഇന്ന് പല പ്രതികരണങ്ങൾ എടുത്ത കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത് സാലറി ഒഴികെ ബാക്കി എല്ലാം കൂടുന്നുണ്ട് എന്നാണ്. പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ പെട്രോളിന് വില കൂടുതലാണ്, ബൈക്കുമായി പോകണമെങ്കിൽ, ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണമെങ്കിൽ അവിടെ സാധനങ്ങൾക്ക് വില കൂടുതലാണ്, ഭക്ഷണത്തിന് വില കൂടുതലാണ്. അതുപോലെ ഒരു ചായയും കടിയും കഴിക്കണമെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. ഇനി അതല്ല, എന്തെങ്കിലും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാം എന്ന് കരുതി പച്ചക്കറി വാങ്ങാൻ പോയി കഴിഞ്ഞാൽ അവിടെയും വില കൂടുതലാണ്. അങ്ങനെ സാലറി ഒഴികെ ബാക്കി എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഇന്നൊരു പ്രതികരണം ഞാൻ കണ്ടു. അപ്പോൾ എന്താണ് ദീപക് ഗോവിന്ദപുരം PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിൽ കൂടിയിരിക്കുന്ന വീട്ടമ്മമാർക്ക് പറയാനുള്ളത്? അവരെത്രത്തോളം അസ്വസ്ഥരാണ് ഈ വില കൂടുന്നത് കാര്യത്തിൽ? ഗോപി, ഒരു കാര്യം, സാധാരണ ഈ നേരത്ത് വളരെ വിശ്രമിച്ച് TV-ക്ക് മുൻപിൽ സീരിയലൊക്കെ കാണുന്ന സ്ത്രീകൾ ഒരു പ്രതിഷേധം പോലെ പ്രതികരിക്കാൻ വേണ്ടി ഈ PVS ഓർക്കിഡ് ഗാർഡനിൽ നിന്നും വീട്ടമ്മമാർ കൂട്ടമായി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണ ഇവരിങ്ങനെ ഒരു ചാനൽ ക്യാമറയ്ക്ക് മുൻപിലൊക്കെ വന്ന് പ്രതികരിക്കുന്ന അപൂർവമാണ്. നമുക്കിവിടുത്തെ ഫ്ലാറ്റ് ഓണേഴ്സിൻ്റെ അസോസിയേഷൻ്റെ സെക്രട്ടറിയോട് ആദ്യം ചോദിച്ചു തുടങ്ങാം. എത്രമാത്രം രൂക്ഷമാണ് ഈ പ്രതിസന്ധി? കാരണം വലിയ രീതിയിൽ വില കയറുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പാലിന് വില കയറി, ഗ്യാസിന് മാത്രമല്ല, ഫ്ലാറ്റാകുമ്പോൾ നിങ്ങൾക്ക് പരിമിതികളുണ്ട്, വിറകടുപ്പ് പാടെ ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ്. അതെ, ഇത് വലിയൊരു ചതിയാണ് നമ്മളോട് പ്രത്യേകിച്ച് ഈ ടൗൺഷിപ്പിൽ താമസിക്കുന്ന നഗരവാസികളോട് ചെയ്യുന്നത്. കാരണം അവർക്ക് യാതൊരു തരത്തിലും വേറൊരു ഓപ്ഷനില്ല അവർക്ക്. ഓൺലി ദേ ഹാവ് ടു യൂസ് ദ ഗ്യാസ്. ആൻഡ് എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ആ സമയത്തിനുള്ളിലെല്ലാം അവർ ടൈം വെച്ചിട്ട് എല്ലാം ചെയ്യുന്ന സമയത്ത് ഗ്യാസ് ഇല്ലാതെ വരിക, പെട്ടെന്ന് തീരുക, അടുത്ത സിലിണ്ടർ ഇല്ലാതെ വരിക, ഓപ്ഷണൽ സിലിണ്ടർ ഓൾട്ടർനേറ്റീവ് ഇല്ല. അപ്പം ഭയങ്കര ഈ വിലക്കയറ്റം അവർക്ക് ചെയ്യുമ്പോൾ ഈ വില കൂടി വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഈ ഗ്യാസിന് വില കൂടുന്നതനുസരിച്ച് എല്ലാത്തിനും വില കൂടി. ഇപ്പോൾ പറഞ്ഞ ഒരു ചായക്ക് 22 രൂപ കൊടുക്കണമെന്ന്. ഇപ്പം നമുക്ക് പുറത്ത് പോയ ഒരു 22 രൂപയ്ക്ക് ഒരു ചായ കുടിക്കാൻ പറ്റുമോ? എത്ര രൂപ ചായ കുടിക്കാൻ പറ്റും? അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഗവൺമെന്റ് ചെയ്യുന്ന ഭയങ്കര ഒരു ചതിയായിട്ട്. ആന്റി പറഞ്ഞ മാതിരി തന്നെ എന്താ അവസ്ഥ? ഭയങ്കര ഇത്രയും ഒരു ബുദ്ധിമുട്ടിലേക്ക് നിങ്ങൾ വീട്ടമ്മമാർ? ഞങ്ങളെ കഥ ഭയങ്കര തന്നെയാണ്. ഗ്യാസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ കിട്ടുന്നില്ല, അതിന് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് വിറകടുപ്പൊന്നും ഈ ഫ്ലാറ്റിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി എന്നെക്കൊണ്ട് ഗ്യാസ് ഇല്ലാണ്ട് ഞങ്ങൾക്ക് പറ്റൂല. അതാണ് വില കൂടി വരികയാണ്. പിന്നെ പാലിനാണെങ്കിൽ ചായ ഇല്ലാണ്ട് ഞങ്ങൾക്ക് ജീവിക്കാനേ പറ്റൂല. അപ്പോൾ പാലിനും ഇങ്ങനെ വില കൂടിയിട്ടുണ്ടെങ്കിൽ എന്താ ഞങ്ങൾ ചെയ്യുക? സാധാരണക്കാരായ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പാവങ്ങളെ കഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എന്താ അവസ്ഥ? അടുക്കള ബജറ്റ് തെറ്റാണ്. അതൊക്കെ തന്നെ എനിക്കും പറയാനുള്ളത്. ഈ ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പ്രോഡക്ട്സിന്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്താൽ അതനുസരിച്ചിട്ട് സാലറിയും ഇൻക്രീസ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെ അധികം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതും കൂടി ഒന്ന് നമുക്ക് മന്ത്ലി ഒരു സാലറി നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഗ്യാസിന് വില കൂടുമ്പോൾ പാലിനും വില കൂടുമ്പോൾ നമ്മളൊരു മന്ത്ലി കൊണ്ടുപോകുന്ന അതെല്ലാം താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഗോപി, നമ്മൾ ശമ്പളക്കാരാണ് നമ്മളെല്ലാം.
ഗോപി ഞാനും ഒക്കെ. യഥാർത്ഥത്തിൽ ഈ ശമ്പളക്കാർക്ക് കൂടാത്തത് ശമ്പളവും, എന്നാൽ അതേ സമയത്ത് കൂടുന്നത് ബാക്കി എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും. അതാണ് ഈ വീട്ടമ്മമാർ പങ്കുവയ്ക്കുന്നത്. അതായത് അടുക്കള ബജറ്റ് താളം തെറ്റുന്നു. മാത്രവുമല്ല, അവർക്ക് പുറത്തിറങ്ങി ഒരു ചായ കുടിക്കണമെങ്കിലും കാശ് കൂടുതൽ കൊടുക്കണം. മറ്റൊന്ന്, ഈ ഫ്ലാറ്റിലെ ഏറ്റവും വലിയ പ്രശ്നം ഏതെങ്കിലും രീതിയിൽ മറ്റ് പാചകം സാധ്യതയില്ല. ഇപ്പം നാട്ടിൻപുറത്ത് എനിക്കൊക്കെ ധർമ്മടത്തെ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം വിറക് കത്തിക്കാം ഗ്യാസ് ഇല്ലെങ്കിലും. പക്ഷേ ഈ കോഴിക്കോട് നഗരത്തിലത് സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ നഗരവാസികളെ സംബന്ധിച്ചിടത്തോളം ബാധിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിലെ വീട്ടമ്മമാർ പങ്കുവെക്കുന്നത്. ഗോപികൃഷ്ണൻ. ശരി ദീപക്, എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കോഴിക്കോട്ടെയും തിരുവനന്തപുരത്തെയും വീട്ടമ്മമാർ, രണ്ടിടങ്ങളിൽ നിന്നുള്ളവർ, രണ്ട് പരിതസ്ഥിതികളിൽ ജീവിക്കുന്ന ആളുകൾ, അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഇത് കേരളത്തിലെ ഒരു പൊതുവികാരമായി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇന്ധനത്തിൻ്റെ വില കൂടുന്നു എന്നത് മാത്രമല്ല, എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില കൂടുന്നു. നമ്മളൊരു ബജറ്റ് ഇട്ടാണ് ഒരു മാസത്തെ നീക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് മുഴുവൻ താളം തെറ്റുന്നു. ഏതായാലും മാസാവസാനമാകുമ്പോൾ കയ്യിൽ കാശില്ലാതെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥ വരുന്നു. നേരത്തെ ചിലർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശമ്പളം ഒഴികെ ബാക്കിയെല്ലാം കൂടുന്ന സാഹചര്യത്തിൽ ദുരിതമാണ് മുന്നിൽ കാണുന്നത് മലയാളികൾ, അല്ലെങ്കിൽ പല കുടുംബങ്ങളും. അതുകൊണ്ട് ഒരു അടിയന്തരമായ ഇടപെടൽ ഈ സാഹചര്യങ്ങളിൽ ആവശ്യമാണ് എന്ന് നമുക്ക് പറയാം. നമ്മളോടൊപ്പം ദീപക് ധർമ്മടം ചേർന്നത് കോഴിക്കോട് ഗോവിന്ദപുരം PVS പാർക്ക് ഓർക്കിഡ് ഗാർഡനിൽ നിന്നാണ്. അവിടുത്തെ വീട്ടമ്മമാർ പറയുന്നത് നമ്മൾ കേട്ടു. ഇനി നമുക്ക് അതിഥികളിലേക്ക് പോകാം. ശ്രീമതി ആശാ ലില്ലി തോമസ്, ക്ഷമിക്കണം, ഞാൻ താങ്കളിലേക്ക് ഒരു ചോദ്യവുമായി വരാൻ അല്പം സമയമെടുത്തത് ഈ വീട്ടമ്മമാരുടെ ഒക്കെ പ്രതികരണം കൂടി താങ്കൾ കേൾക്കട്ടെ എന്ന് കരുതിയാണ്. ശ്രീമതി ആശ, ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും സംസാരിക്കുന്നത് താങ്കൾ കേട്ടു. കേന്ദ്രം പറയുന്നു സംസ്ഥാന സർക്കാരാണ് ചിലത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നു ഞങ്ങൾ ഭരണത്തിലിരുന്നപ്പോൾ ആക്ഷേപം ഉന്നയിച്ചവർ അധികാരത്തിൽ വരുമ്പോൾ അവരെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുന്നു. ശ്രീമതി ദീപ്തി മേരി വർഗീസിനെ പോലെ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി പറയുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നു, ഉടനെ ചെയ്യാമെന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ, ആരിൽ നിന്നാണ് ഒരു ആശ്വാസം താങ്കളെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്? ശ്രീമതി ആശ. ശരിക്കും വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഭക്ഷ്യോൽപാദന വിതരണ മേഖലയിലെ ചെറിയ വ്യാപാരികളെയും സാധാരണ ജനങ്ങളെയുമാണ്. നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവരും സംസാരിച്ചു, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാ അവശ്യ സാധനങ്ങളുടെയും വില കൂടി. പാല്, പച്ചക്കറി എല്ലാം വില കൂടി. ഗ്യാസ് സിലിണ്ടറിൻ്റെ വില, വാണിജ്യ ആവശ്യത്തിലുള്ള ഗ്യാസ് സിലിണ്ടറിൻ്റെ വില കഴിഞ്ഞ 6 മാസം 1400 രൂപ കൂടി ഇപ്പോൾ 3100 രൂപയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഉൽപ്പാദന ചെലവ് കൂടുന്നു. പല റെസ്റ്റോറൻറ്റ്സും അടച്ചുപോയി, ബാക്കിയുള്ളവ അടച്ചുപൂട്ടലിൻ്റെ ഭീഷണിയിലാണ്. തൊഴിലാളികളെ പിരിച്ച് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നവർ തന്നെ തൊഴിലാളികളെ കുറച്ചു, മെനുവിലെ ഐറ്റംസ് കുറച്ചു. ഇതെല്ലാം നാളെ സാധാരണക്കാർക്കെയാണ് ബാധിക്കുന്നത്. 10 രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ചായ ഇന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ കഴിയും എന്ന് ഓരോരുത്തരും ആലോചിച്ച് നോക്കണം. ഇതെല്ലാം ബാധിക്കുന്ന സാധാരണക്കാരെയും ആ മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുകിട വ്യാപാരികളെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇത് അശാസ്ത്രീയമായിട്ടാണ് ഈ ഗ്യാസിൻ്റെ എല്ലാം വില വർധന നടന്നിട്ടുള്ളത്. 85% വരുന്ന ഗാർഹിക ഉപഭോക്താക്കളുടെ വില ഒരു നിസ്സാര വില കൂട്ടുകയായിരുന്നെങ്കിൽ ഈ വാണിജ്യ ഉപഭോക്താക്കളുടെ വില ഇത്രയേറെ 1400 രൂപ 6 മാസം കൊണ്ട് കൂടി എന്ന് പറയുമ്പോൾ അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. പിന്നെ ഈ എണ്ണ വിതരണ കമ്പനികളെല്ലാം പബ്ലിക് സെക്ടർ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അപ്പോൾ പബ്ലിക് വെൽഫെയർ ഒരു നിരക്കില്ലാതെ അവരെല്ലാം ഇങ്ങനെ കുത്തനെ വില കൂട്ടുന്നത് നമുക്ക് ഈ മേഖലയുള്ളവർ മൊത്തമായിട്ടും തകർക്കുന്ന ഒരു നിലപാടാണ്. അത് ഇപ്പോൾ സാധാരണക്കാർക്ക് പുറത്തിറങ്ങി ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പോലും ഭയമായിരിക്കുന്നു. നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഒരുതരം സർവൈവൽ മോഡിലേക്കാണ് വന്നിരിക്കുന്നത്. പലരും അടച്ചുപൂട്ടി പോവുക, ഈ മേഖല തന്നെ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഹോട്ടൽ വില, ഭക്ഷണത്തിൻ്റെ വില പിടിച്ചു നിർത്താനോ തൽക്കാലം ഒന്ന് നിയന്ത്രിച്ചു നിർത്താനോ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അല്ലെങ്കിൽ KHRA പോലെയുള്ള നിങ്ങളുടെ സംഘടനയൊക്കെ ആരിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഇതിലൊരു പരിഹാരം പ്രതീക്ഷിക്കുന്നത്? സംസ്ഥാന സർക്കാരിൽ നിന്നാണോ, കേന്ദ്ര സർക്കാരിൽ നിന്നാണോ? നമ്മൾ ഇതിനൊരു പരിഹാരം ഇമ്മീഡിയറ്റായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ ഇന്ധന വിലയിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചെറിയ വർധനവ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നടന്നിരിക്കുന്നത് അശാസ്ത്രീയമായിട്ട് വൻ വില വർധനയാണ്. അത് പിൻവലിക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ ആവശ്യം. അത് 1, 2, 3 ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരാണ് ഇവിടുത്തെ സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് ഉടമകൾ. അവർ ഒരു 3 ഗ്യാസ് സിലിണ്ടർ ഒരു ദിവസം ഉപയോഗിക്കുമ്പോഴത്തേക്കും 1400 × 3 അത്രയും വിലയാണ് ഒരു ദിവസം കൂട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ വില നിയന്ത്രിക്കണം. ഈ ഇന്ധന വിലയുടെ വില ഏറ്റവും ആദ്യം നിയന്ത്രിക്കണമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഒരു പൊളിറ്റിക്കൽ വിൽ ഉണ്ടെങ്കിൽ ഈ വില നിയന്ത്രണത്തിലെല്ലാം കേന്ദ്ര സർക്കാരിനായാലും സംസ്ഥാന സർക്കാരിനായാലും വളരെയേറെ കാര്യങ്ങൾ ഇടപെടാൻ കഴിയും. അങ്ങനെ ഇടപെട്ട് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഈ മേഖലയ്ക്കും ഒരു സഹായമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഇന്നിപ്പോൾ ഈ പല
ആ ഹോട്ടലുകളിലെയും ജീവനക്കാരുടെയും അല്ലെങ്കിൽ ആ ഹോട്ടൽ നടത്തിപ്പുകാരുടെയും ഒക്കെ പ്രതികരണങ്ങൾ ഞങ്ങൾ തേടിയപ്പോൾ ഒരു വ്യത്യസ്തമായ പ്രതികരണങ്ങൾ കണ്ടു. ഇപ്പോൾ ചിലർ പറഞ്ഞു ഞങ്ങൾക്ക് വില കൂട്ടാതെ തരമില്ല, അതുകൊണ്ട് ഇപ്പോൾ ചായയ്ക്കും കടിക്കും ഒക്കെ ഞങ്ങൾ 2 രൂപയും 1 രൂപയും 2 രൂപയൊക്കെ വെച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ്. ചിലർ പറയുന്നു തൽക്കാലം ഇപ്പോൾ ഞങ്ങൾ കൂട്ടുന്നില്ല, ഞങ്ങളത് ഒന്നുകൂടി നോക്കട്ടെ എന്നിട്ട് കൂട്ടാം, ഈ സൈഡ് ഡിഷസ് ഒന്നും കുറച്ചിട്ടില്ല, ഞങ്ങൾ വിഭവങ്ങളൊന്നും കുറച്ചിട്ടില്ല, കുറച്ചുകൂടി കാത്ത ശേഷം തീരുമാനമെടുക്കാമെന്നാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 തരത്തിൽ ഇതിനൊരു ഏകീകൃത സ്വഭാവം ഉണ്ടാകാത്ത എന്തുകൊണ്ടാണ്? ചിലർ വില കൂട്ടുന്നു, ചിലർ കൂട്ടുന്നില്ല, അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇത് പല രീതിയിലാണ് ഓരോരുത്തരുടെ ഉൽപ്പാദന ചെലവ് വരുന്നത്, പല രീതിയിലാണ് അവരെല്ലാം ഓപ്പറേഷൻ കോസ്റ്റും വരുന്നത്. അതെല്ലാം വെച്ചിട്ടാണ് ഓരോരുത്തരും വില നിയന്ത്രിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു ചെറിയ കട, നാട്ടുമ്പുറത്തെ ഒരു ചെറിയ കടയിൽ കിട്ടുന്ന വിലയല്ല നമ്മളൊരു 5 സ്റ്റാർ ഫെസിലിറ്റിയുള്ള റെസ്റ്റോറൻറ്റിൽ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. വളരെയേറെ ഫാക്ടേഴ്സ് അതിലേക്ക് വരുന്നുണ്ട്. അവരുടെ ഓരോ ഭക്ഷണപദാർത്ഥത്തിൻ്റെയും വില വ്യത്യാസം വരുന്നത് പല പല ഘടകങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ വില നിർണ്ണയിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അത് ഒരിക്കലും ഒരു ഏകീകൃതമാവില്ല. കാരണം അവർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബിരിയാണി റൈസ് തന്നെ 100 രൂപയുടെ തൊട്ട് 200 രൂപയുടെ 250 രൂപയുടെ 300 രൂപയുടെ വരെ റൈസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന ആ ഇൻഗ്രീഡിയൻസിൻ്റെ വില അനുസരിച്ചിട്ടാണ് ഓരോരുത്തരുടെയും വില വ്യത്യാസം വരുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ വില, അവരുടെ ഫെസിലിറ്റീസ്, അവർ കൊടുക്കുന്ന സർവീസ് എല്ലാം വെച്ചിട്ടാണ് വില വരുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു ഏകീകൃതമായിട്ട് ഒരു വില നിർണ്ണയം ഈ മേഖലയിൽ നടപ്പാക്കാൻ പറ്റുന്നതല്ല. ശരി ശ്രീമതി ആശ, ഏതായാലും കാരണങ്ങൾ എന്തൊക്കെ തന്നെയായാലും നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന അതിനെ വഴിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള വിലവർദ്ധനവിൻ്റെ ദിവസങ്ങളാണ് വരാനിരിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ അതിൽ ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് ഇടപെടാൻ കഴിയുന്ന ആർക്കൊക്കെയാണ്, അതിനുള്ള നേരത്തെ ശ്രീമതി ആശ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ വിൽ, ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി ഈ സർക്കാരുകൾ കാണിക്കുമോ എന്നൊക്കെയാണ് നമുക്കറിയാനുള്ളത്. ഏതായാലും ചില വിമർശനങ്ങളൊക്കെ ഈ ചർച്ചയ്ക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ അതിന് മറുപടി പറയട്ടെ. ശ്രീമതി ദീപ്തി മേരി വർഗീസ്, നാട്ടുകാരുടെ ആവലാതികൾ, അവരുടെ ആശങ്കകളൊക്കെ കേട്ടല്ലോ. താങ്കൾ ഒരു വീട്ടമ്മ കൂടിയാണല്ലോ. അപ്പോൾ കുടുംബ ബജറ്റിനെ എങ്ങനെയാണ് ഈ വിലക്കയറ്റം ബാധിക്കുക എന്ന് പുറത്തുനിന്ന് ആരെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കേണ്ട സാഹചര്യവും താങ്കൾക്കില്ല. പക്ഷേ അതേസമയം തന്നെ ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ട് നേരത്തെ പ്രകാശ് മാസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കുറേ വിമർശനങ്ങൾ ഉന്നയിച്ചു, കുറേ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു വിലക്കയറ്റം പരിഹരിക്കാൻ. ഇപ്പോൾ ഇന്ധനവില വർധന വരുമ്പോൾ നിങ്ങൾക്ക് 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ് കുറയ്ക്കാം, അങ്ങനെ ആളുകൾക്ക് ആശ്വാസം പകരാം, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്താം, അങ്ങനെ വിപണിയിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് വില നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരിന് കടക്കാം. കേന്ദ്ര സർക്കാരിനെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ കേന്ദ്രം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഓടുന്നത് എന്ന അവകാശവാദമാണ് BJP പ്രതിനിധി ശ്യാംരാജിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മറുപടി പറയേണ്ട അവസരം താങ്കൾക്കുള്ളതാണല്ലോ ശ്രീമതി ദീപ്തി മേരി വർഗീസ്. താങ്കൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അധികാരത്തിലിരിക്കുന്ന നാടാണല്ലോ നമ്മുടെ. ഗോപികൃഷ്ണൻ, ഞാൻ ഈ 2 പേർക്കും മറുപടി പറയാം. ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത്, ഏറ്റവും പ്രാഥമികമായിട്ട് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത്, ആദ്യത്തെ ഉത്തരവാദി കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇപ്പോൾ UPA ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് വില നിർണ്ണയിക്കാനുള്ള അവകാശം ഓയിൽ കമ്പനികൾക്ക് കൊടുത്തു എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതെങ്ങനെയായിരുന്നു കൊടുത്തത്? UPA ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില ഏതാണ്ട് $140 ആയിരിക്കുമ്പോൾ, അന്ന് ക്രൂഡ് ഓയിലിൻ്റെ വില 140 ആയിരിക്കുമ്പോൾ നമ്മൾ ഫ്യൂവലിന് ഇവിടെ കൊടുത്തിരുന്നത് ലിറ്ററിന് 72 രൂപയ്ക്കായിരുന്നു. അപ്പോൾ അന്ന് മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അത്തരത്തിൽ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ, ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാൻ ഉള്ള അവകാശം ആർക്കാണ് കൊടുത്തത്? ഗവൺമെൻറ് നിയന്ത്രിത കമ്പനികൾക്ക് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് പക്ഷേ എന്താണ് പിന്നീട് സംഭവിച്ചത്? UPA ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് അനുസൃതമായി കുറച്ചു കൊടുത്തിരുന്നുവെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടത് ക്രൂഡ് ഓയിലിൻ്റെ വില ക്രമാതീതമായി കുറയുകയാണ്. $20 വരെ വന്ന സമയമുണ്ട്. എനിക്ക് BJPയുടെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വന്നിരിക്കുന്നത് ഏതാണ്ട് $70 ഈ ഇറാൻ യുദ്ധം വന്ന സമയത്ത് പോലും $100 ബാരലിന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില കുറയുന്ന സമയത്തും ഇവിടെ ഫ്യൂവലിൻ്റെ വില, ഇവിടുത്തെ റീറ്റെയിൽ പ്രൈസ് കുറയ്ക്കുവാൻ തയ്യാറായില്ല.
അങ്ങനെ കമ്പനികൾ തയ്യാറാകാതിരുന്നപ്പോൾ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഇടപെടാമായിരുന്നു. ഗവൺമെൻറ് പറഞ്ഞത് ക്രൂഡ് ഓയിലിൻ്റെ വിലയ്ക്ക് അനുപാതമായി വില ഇവിടെ കുറയ്ക്കണം എന്നുള്ള നിലയിലാണ് അത്തരത്തിലൊരു ഡിസിഷൻ UPA ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായത്. പക്ഷേ BJP ഗവൺമെൻറ് ചെയ്തത് അത് ഈ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി, ഈ ഓയിൽ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി അവരുടെ താളത്തിന് തുള്ളുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതുകൊണ്ടാണ് ക്രൂഡ് ഓയിലിൻ്റെ വില വേൾഡ് മാർക്കറ്റിൽ കുറയുമ്പോഴും ഇവിടെ ഫ്യൂവലിന് വില കൂടിക്കൊണ്ടിരുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ വില ഏറ്റവും താഴെ നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഇവിടെ ഫ്യൂവലിൻ്റെ വില എത്ര പ്രാവശ്യമാണ് കഴിഞ്ഞ ഗവൺമെൻറ് ഇരിക്കുന്ന സമയത്ത് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു കാരണവശാലും ഇവിടെ റേറ്റ് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത, ഇവിടെ പെട്രോൾ ഡീസൽ വില മാത്രമല്ല പാചകവാതകത്തിൻ്റെ റേറ്റ് ക്രമാതീതമായി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ്റാണ് BJPയുടെ ഗവൺമെൻറ്. ഇപ്പോഴും അവർ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നു BJPയുടെ വാഗ്ദാനം? എന്തായിരുന്നു? 50 രൂപയ്ക്ക് പെട്രോളും ഡീസലും കൊടുക്കുമെന്നാണ് BJPയുടെ നേതാക്കന്മാർ പറഞ്ഞിരുന്നത്. ഇവിടെ നമ്മൾ നാടുനീളെ ഫ്ലെക്സ് വെച്ച് പ്രചരണം നടത്തി. ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് അവർ പ്രഖ്യാപനങ്ങൾ നടത്തി. പക്ഷേ ഇതൊന്നും ചെയ്യാതെ ഓയിൽ കമ്പനികൾക്ക് വേണ്ടി നിലപാടെടുത്ത ഒരു ഗവൺമെൻറ് ആയിരുന്നു BJPയുടെ ഗവൺമെൻറ്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. രണ്ടാമതായി പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിച്ചു. ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു ഇടത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ തുടർന്നാൽ മതി, അതങ്ങ് തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ തീരുമെന്ന്. പ്രകാശൻ മാസ്റ്റർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇവിടെ സാധാരണക്കാരന് ജീവിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വിലക്കയറ്റമാണ് നടന്നിരിക്കുന്നത്. താങ്കൾ മാവേലി സ്റ്റോറിൻ്റെയൊക്കെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ഏത് മാവേലി സ്റ്റോറിൽ എവിടെയാണ് സാധാരണക്കാരന് ആവശ്യ വസ്തുക്കൾ കൊടുത്തത്? ആവശ്യ വസ്തുക്കൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലം. കഴിഞ്ഞ 5 വർഷക്കാലം മാവേലി സ്റ്റോറുകളും സിവിൽ സപ്ലൈസുകളിലും ഒന്നും സാധാരണക്കാരന് ഇന്ന് സാധനം വാങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. തീരദേശവാസികളോട് ഏറ്റവും വലിയ ദ്രോഹമായിരുന്നു കഴിഞ്ഞ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ചെയ്തത്. മണ്ണെണ്ണയ്ക്ക് സബ്സിഡി കൊടുത്തിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇരിക്കുന്ന കാലഘട്ടത്തിൽ മണ്ണെണ്ണയ്ക്ക് സബ്സിഡി കൊടുത്തിരുന്നു. അതുകൊണ്ട് തീരദേശത്തുള്ള മത്സ്യ തൊഴിലാളികൾക്ക് അവർക്ക് മീൻപിടുത്തത്തിന് പോകുന്നതിന് വേണ്ടി, മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വേണ്ടി വലിയ സഹായമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് അങ്ങനെ പോകാൻ കഴിയുന്നില്ല. ഇപ്പം മണ്ണെണ്ണയ്ക്ക് സബ്സിഡിയില്ല. മണ്ണെണ്ണയുടെ സബ്സിഡി പൂർണ്ണമായും എടുത്തു മാറ്റിയ ഒരു ഗവൺമെൻറ് ആയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചിരുന്ന ഇടത് ഗവൺമെൻറ്. അപ്പോൾ പ്രകാശൻ മാസ്റ്റർ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തിരുന്ന നയങ്ങളല്ല ഇനി ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 2% പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് നികുതി, ആ നികുതി വേണ്ട എന്ന് വെച്ച് ആ നികുതി കുറച്ചുകൊണ്ട് സാധാരണക്കാരന് ഇന്ധന വില കുറയ്ക്കുവാനുള്ള നടപടിയായിരുന്നു UDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള ഒരു നയമായിരിക്കും തീർച്ചയായിട്ടും കോൺഗ്രസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭ ഭരണം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിൻ്റെ നയമെന്ന് പറയുന്നത്, UDFൻ്റെ നയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാത്ത രീതിയിൽ ഈ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സംസ്ഥാന ഗവൺമെൻറ് അത്തരത്തിൽ ചെയ്ത ഒരു ചരിത്രമുണ്ട് എന്നുള്ളത് കൂടി ഞാനിവിടെ അടിവരയിട്ട് പറയുകയാണ്. അതേസമയം കഴിഞ്ഞ 5 വർഷക്കാലം ഭരിച്ചിരുന്ന സംസ്ഥാന ഗവൺമെൻറ് എന്തായിരുന്നു ശ്രീ TN ബാലഗോപാൽ പറഞ്ഞത്? ധനകാര്യ വകുപ്പ് മന്ത്രി അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ഒരു കാരണവശാലും നികുതി വെട്ടിക്കുറയ്ക്കാൻ കഴിയില്ല. നികുതി വെട്ടിക്കുറച്ചാൽ ഇവിടെ ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകും, കൂടുതൽ ഫിനാൻഷ്യൽ ബേർഡൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല 2% അധിക സെസ് ഏർപ്പെടുത്തി. എന്നിട്ട് ക്ഷേമ പെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞു. ക്ഷേമ പെൻഷൻ 6 മാസവും 5 മാസവും ഇവിടെ കൊടുക്കാതിരുന്ന കാലഘട്ടമായിരുന്നല്ലോ നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ ക്ഷേമ പദ്ധതികൾ കൊടുക്കാനെന്ന് പറഞ്ഞ് അധിക സെസ് വാങ്ങിച്ച് വീണ്ടും വിലക്കയറ്റം ഉണ്ടാക്കുന്ന ഒരു പ്രവണതയായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്, LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കണ്ടത്. പക്ഷേ ഇനിയും അങ്ങോട്ട് തീർച്ചയായിട്ടും UDFനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഈ വലിയ പ്രയാസം മനസ്സിലാക്കി ഇവിടെ സാധാരണക്കാരായ വീട്ടമ്മമാർ സംസാരിച്ചല്ലോ. തീർച്ചയായിട്ടും
വീടുകളിലെ സാധാരണക്കാർ അമ്മമാരൊക്കെയാണ് ഏറ്റവും അധികം ഇതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത്. അടുക്കളയുടെ ബഡ്ജറ്റാണ് ഏറ്റവും അധികം താറുമാറാകുന്നത്. ഇവിടെ സാധാരണക്കാരായ കച്ചവടക്കാർ അവർക്ക് കച്ചവടം നടത്താൻ കഴിയാത്ത അവസ്ഥ. അപ്പോൾ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അത് UDFന്റെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ജനകീയമായ ഒരു നയമായിരിക്കും, ജനങ്ങൾക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു നയമായിരിക്കും എടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ പ്രകാശ് മാസ്റ്റർ, ഇവിടെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് ശ്രീ ശ്യാംരാജ് ഈ ചർച്ചയിൽ പറഞ്ഞത്. അതായത് എക്സൈസ് തീരുവ കുറച്ചതുൾപ്പെടെ ഈ നികുതി ഇനത്തിൽ വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ എടുത്ത ചില സ്റ്റെപ്പിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അതിനാനുപാതികമായി അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 2 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ സെസ്സൊക്കെ കുറച്ചുകൊണ്ട് ഈ ഇന്ധന വില വർധനയുടെ ഭാരം അല്പം കുറയ്ക്കാം ജനങ്ങൾക്ക് മേൽ എന്നുള്ളതാണ്. പക്ഷെ താങ്കൾ പറയുന്നത് ഇടതുമുന്നണി സർക്കാർ നടപ്പാക്കിയ നയങ്ങളും പിന്തുടർന്ന പദ്ധതികളും തന്നെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ, അത് തന്നെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. അതിനുള്ള മറുപടിയാണ് ശ്രീമതി ദീപ്തി മേരി വർഗീസ് പറഞ്ഞത്. അതിനോട് പ്രതികരണമുണ്ടോ? ഇതിൽ ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് വിലക്കയറ്റത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദി കേന്ദ്രമാണ് എന്ന തിരുവായ് മൊഴി കോൺഗ്രസിൽ നിന്നുണ്ടാവുന്നത്. ഈ 10 കൊല്ലക്കാലം ഒരു ചർച്ചയിലും അത്തരമൊരു വർത്തമാനം ഞങ്ങൾ പറയുന്ന സമയത്ത് എതിർക്കുകയല്ലാതെ കോൺഗ്രസ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസും BJPയും ഒരുപോലെ പറഞ്ഞല്ലോ, ഇവിടെ പെൻഷൻ കൊടുത്തിട്ടില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല. ഈ കേരളത്തിലുള്ള ജനങ്ങളോടാണ് ഇവരിക്കാർ പറയുന്നത്. 18 മാസക്കാലം പെൻഷൻ കൊടുക്കാത്ത UDFന്റെ ഗവൺമെൻറ്റിൽ നിന്ന് 10 കൊല്ലം ഭരിച്ചിട്ട് ഒരു പൈസ പോലും ബാക്കിയാക്കാതെ അടുത്ത മാസത്തെ പെൻഷൻ കൂടി കൊടുത്ത് ഇറങ്ങിപ്പോയ ഗവൺമെൻറ് LDFന്റെ ഗവൺമെൻറ്. എന്നിട്ട് തികഞ്ഞ കളവ് BJP കോൺഗ്രസ് ഒരുപോലെ പറയുകയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൻ്റെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു പിന്നെ മണ്ണെണ്ണയുടെ കാര്യം, ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഈ കേന്ദ്രത്തിൽ പിന്നെ മണ്ണെണ്ണയുടെ വിഹിതം വെട്ടിക്കുറച്ചത്? ആരാ സബ്സിഡി വെട്ടിക്കുറച്ചത്? 19 MPമാരുണ്ടായിരുന്നില്ലേ അവിടെ കോൺഗ്രസിന്? ഒരു വാക്ക് ഇത് അന്യായമാണ് എന്ന് പറയാൻ നാക്ക് വന്നിട്ടുണ്ടോ ഈ കേരളത്തിലെ കോൺഗ്രസിന്? ഇപ്പോഴവർ പറയാൻ. പിന്നെ BJPക്കാർ 50 രൂപയ്ക്ക് പെട്രോള്, അതുപോലെ 45 രൂപയ്ക്ക് ഡീസൽ, അതുപോലെ 500 രൂപയ്ക്ക് 500 താഴെ രൂപയ്ക്ക് ഗ്യാസ്, ഇതെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകളല്ലേ ഇപ്പോൾ 1100 അതുപോലെ 100 രൂപയ്ക്ക് വില പെട്രോൾ ഡീസലിന് വിലയാക്കിയത്? ഞാൻ ചോദിക്കട്ടെ, പ്രധാന പ്രതിപക്ഷമല്ലേ ഇവിടെ ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കോൺഗ്രസ് ഒരക്ഷരം ഉരിയാടിയിട്ടുണ്ടോ ഈ അന്യായങ്ങൾക്കെതിരായിട്ട്? ഇവിടെ പിന്നെ അന്യായമായി നിലപാടാകെ സ്വീകരിച്ചുകൊണ്ട് വിലക്കയറ്റം അതിൻ്റെ പരമകാക്ഷയിലേക്ക് എത്തിക്കുമ്പോൾ പഞ്ചപുച്ഛമടക്കി ഇവിടെ കേരളത്തിൽ LDFനെ എതിർക്കുകയായിരുന്നില്ലേ ഇവർ ചെയ്തുകൊണ്ടിരുന്നത്? നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? പിന്നെ കേരളത്തിലെ ജനങ്ങൾ 10 കൊല്ലക്കാലം കൊണ്ട് ആളോഹരി വരുമാനം ഇരട്ടിയായിട്ടുള്ള ഒരൊറ്റ സ്റ്റേറ്റേ ഉള്ളൂ, അത് കേരളമാണ്. അത് ഞങ്ങളുണ്ടാക്കിയതാണ്. ഇന്ത്യയിലുള്ള ഒരൊറ്റ കോൺഗ്രസ് ഗവൺമെൻറ്റിനും ഒരു BJP ഗവൺമെൻറ്റിനും ആളോഹരി വരുമാനം ഇരട്ടിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ആളോഹരി വരുമാനം 10 കൊല്ലം കൊണ്ട് ഇരട്ടിയായിട്ടുള്ള ഒരേ ഒരു സ്റ്റേറ്റ് ഈ കേരളമാണ്. അത് ഞങ്ങളുണ്ടാക്കിയുള്ള ഒന്നാണെന്നുള്ളത് കൃത്യമായ നിലക്ക് ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. പിന്നെ ഇവിടെ ഇപ്പോൾ വിലക്കയറ്റത്തിന് മൂലകാരണം ഉണ്ടാക്കിയത് ഞാൻ പറയുന്നത് കോൺഗ്രസും BJPയുമാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞല്ലോ, എല്ലാ കമ്പനികളും സ്വകാര്യ കമ്പനികൾ പിന്നെ ഗവൺമെൻറ് കമ്പനിയാണോ? അദാനിയും അതുപോലെ തന്നെ പിന്നെ റിലയൻസും അല്ലേ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ? അവർക്ക് വേണ്ടിയല്ലേ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നത്? അവർക്ക് വേണ്ടി ആയിരുന്നില്ലേ ഇവിടെ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്? ജനങ്ങൾ ഇവർക്കൊരു വിഷയമല്ല. അദാനിക്ക് ലാഭം ഉണ്ടാവണം, റിലയൻസിന് ലാഭം ഉണ്ടാവണം, അതുപോലെ വലിയ മുതലാളിമാർക്ക് ലാഭം വേണം. സാധാരണക്കാർക്ക് യാതൊരു പ്രയാസമില്ല. അദാനിയുടേതും അതുപോലെ തന്നെ റിലയൻസിൻ്റെതുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾ, സ്വകാര്യ കമ്പനികൾ. ഗവൺമെൻറ്റിന് 3 കമ്പനികളെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ അവിടെ തീരുമാനിക്കുന്ന ആരാ? നിങ്ങളോട് ആരാ പറഞ്ഞ ഈ പിന്നെ പൊതുമേഖലാ കമ്പനി തീരുമാനിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്? എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ നരേന്ദ്രമോദി ഗവൺമെൻറ് ഇത് വർദ്ധിപ്പിക്കാതിരുന്നത്? 10 ദിവസക്കാലം കൊണ്ട് 4 തവണ വർദ്ധിപ്പിച്ചത് അത് വോട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ? ഉരിയാടിയോ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? BJPക്കാർ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നത് ഈ അന്യായ നിലപാടാണെന്ന് പറയാൻ കഴിഞ്ഞോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അന്ന് വില വർധനയില്ല. അതിനിപ്പോൾ 10 ദിവസക്കാലം കൊണ്ട് 4 വർധന. എന്തെങ്കിലും ഉണ്ടാൻ വേണ്ടി കഴിഞ്ഞില്ല കോൺഗ്രസിന്? അതിന് LDFന്റെ പിന്നെ കുറ്റം പറയാൻ. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ഈ കേരളത്തിൽ ജനങ്ങളുടെ കൂടെ എല്ലാ കാര്യത്തിലും നിലനിന്ന ഗവൺമെൻറ്റാണ്. അത് നികുതി വർധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 10 കൊല്ലക്കാലവും ഞങ്ങൾ ഭരിക്കുമ്പോൾ ശക്തമായ നിലക്ക് ഞങ്ങൾ നരേന്ദ്രമോദി ഗവൺമെന്റ് നയങ്ങൾ ചേർത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ വരാം. ശ്യാംരാജ് കൂടി മറുപടി പറഞ്ഞിട്ട്, പ്രകാശ് ശ്യാംരാജ് കൂടി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മറുപടി പറഞ്ഞിട്ട്, അതായത് ഒന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ എണ്ണ കമ്പനികൾക്ക് ഇന്ധനത്തിന്റെ വില നിശ്ചയിക്കാനുള്ള അധികാരം നൽകുമ്പോൾ തന്നെ BJP എപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിന് നേരിടുന്ന സാഹചര്യം ഉണ്ടാകുമോ അപ്പോഴെല്ലാം വില നിയന്ത്രിച്ച് നിർത്തുകയും
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അടിക്കടി വിലക്കയറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നതിന് പിന്നിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടിയാണ് ശ്യാമരാജ് പ്രകാശ് മാസ്റ്റർ ഇവിടെ ആക്ഷേപമായി ഉന്നയിച്ചത്, വിമർശനമായി ഉന്നയിച്ചത്. ആ സമയത്ത് അതിനോട് പ്രതികരിക്കാതിരുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ മൗനത്തെയാണ് അദ്ദേഹം ഇടയ്ക്ക് വിമർശിച്ചത്. ശ്രീ ശ്യാമരാജ്, അതിനുൾപ്പെടെയുള്ള മറുപടി. നോക്കൂ ഗോപികൃഷ്ണ, പറയുമ്പോഴത്തേക്ക് കുറച്ച് ചരിത്രം കൂടി ഈ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും പ്രതിനിധികളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ ക്ഷയിച്ച തറവാടുകളിലെ കാരണവർ മരിക്കാൻ നേരത്ത് അവരുടെ കടവും കടപ്പത്രവും എല്ലാം കൂടി വരും തലമുറകൾക്ക് വെച്ച് കൈമാറുന്നത് പോലെ 10 വർഷം ഭരിച്ചിട്ടുള്ള UPA സർക്കാർ 2014 തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അവർ കൂട്ടിവെച്ചിട്ടുള്ള ഒരു ഭീമമായിട്ടുള്ള ഏകദേശം 1.48 ലക്ഷം കോടിയും അതിൻ്റെ ഏകദേശം 1 ലക്ഷം കോടിയോളം വരുന്ന പലിശയും കൂടെ BJP NDA സർക്കാരിന്റെ തലയിൽ വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സൂചിപ്പിച്ചല്ലോ, മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ പെട്രോൾ ഡീസൽ വില പിടിച്ചു നിർത്തിയത്. ഇവരെങ്ങനെ പിടിച്ചു നിർത്തിയത്? 2005, 2010, 2014 വരെയുള്ള കാലഘട്ടത്തിനിടയ്ക്ക് ഈ ലോകത്താകമാനമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയ സമയത്ത് രാജ്യത്ത് വില കൂട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിച്ചിട്ട് ഓയിൽ ബോണ്ടുകൾ അടിച്ചിറക്കി. ഓയിൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പനികളോട് പറഞ്ഞു, നിങ്ങളിപ്പോൾ ജനങ്ങൾക്ക് ഓയിൽ കൊടുക്കണം, പെട്രോളും ഡീസലും മണ്ണെണ്ണയും കൊടുക്കണം, പകരം പണം ഞങ്ങൾ ഇപ്പോൾ തരില്ല, വരുന്ന സർക്കാരുകൾ അടച്ചുകൊള്ളുമെന്ന്. അങ്ങനെ ഓയിൽ ബോണ്ടുകൾ വഴി 1.46 ലക്ഷം കോടിയുടെ കടമാണ് വരും കാല സർക്കാരുകൾക്കും ഞാനും നിങ്ങളും അടക്കമുള്ള ജനതയുടെ തലയിലേക്കും മൻമോഹൻ സിംഗിന്റെ സർക്കാർ UPA സർക്കാർ വെച്ചു കൊടുത്തത്. എന്നിട്ട് അതാരെ വീട്ടിയെന്നറിയോ? അവർ ഈ UPA സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാർ വാങ്ങിക്കൂട്ടിയ കടവും അതിന്റെ പലിശയുടെ പലിശയും അടക്കം ഏകദേശം 2.64 ലക്ഷം കോടി രൂപ BJP സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ അടച്ചു തീർത്ത് എപ്പോഴാണ്? ഈ 2026 തുടക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇന്ധനവില കൂടാൻ വേണ്ടിയിട്ടുള്ള പ്രധാന ഒരു കാരണമായിട്ടുള്ള ഈ ഓയിൽ ബോണ്ട് 1.5 ലക്ഷം കോടി രൂപയാണ് പലിശ മാത്രമായിട്ട് നമ്മൾ അടച്ചു തീർക്കേണ്ടത്. ആര്? ഈ UPA സർക്കാരിന്റെ വികലമായിട്ടുള്ള നയങ്ങൾ. ആ സമയത്ത് ഈ പറഞ്ഞ് പ്രകാശ് മാഷിന്റെ CPM-മാരുടെ കൂടി ഇല്ലായിരുന്നോ? UPAക്ക് പുറത്തുനിന്ന് പിന്തുണ കൊടുത്തൊരു സന്ദർഭം ഉണ്ടായിരുന്നു. ഒരു അക്ഷരം ഉരുവാടിയിട്ടുണ്ടോ? ഈ ആഗോള ഭീമന്മാരെ കുറിച്ചിട്ടും അദാനി എന്നൊക്കെ പറയുന്ന CPM ഒരു അക്ഷരം ആ സമയത്ത് ഓയിൽ ബോണ്ടുകൾ ഇറക്കിയ സമയത്ത് ഒരക്ഷരം ഉരുവാടിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യത്തിന് ഒന്നുള്ള ഭീമമായിട്ടുള്ള നഷ്ടം. ആ നഷ്ടത്തിന്റെ പിന്നാലെയായിരുന്നു കഴിഞ്ഞ മോദി സർക്കാർ ഇത്രയും കാലം 2026 തുടക്കത്തിൽ ജനുവരി ഫെബ്രുവരിയിൽ നമ്മൾ അവസാനം ഗഡു നമ്മൾ അടച്ചു തീർത്തിട്ടുള്ളൂ. മനസ്സിലായോ? കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഈ കാര്യത്തിൽ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സർക്കാരാണ് ഇത് ചെയ്യേണ്ടത്, മറ്റാളുകൾ ചെയ്യാത്തതാണ് എന്ന് പറഞ്ഞൊരു അഭിപ്രായമില്ല. ഇതിൽ നിന്നൊരു ഒഴിയലില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒഴിയൽ. ഞാൻ നല്ല കൃത്യമായിട്ട് പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷത്തിനകത്ത് പെട്രോളിന് 15 രൂപയും ഡീസലിന് 18 രൂപയും കേന്ദ്ര സർക്കാർ കുറച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞ 5 വർഷത്തിനകത്ത്. അത് തന്നെയാണ് പറഞ്ഞത്. 2026 തുടക്കത്തിൽ നോക്കൂ, ഇമ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സമയത്ത് പെട്രോളിന് ഡീസലിന് ടാക്സ് 10 രൂപ വെച്ച് കുറച്ചു. ആ 10 രൂപ വെച്ച് കുറയ്ക്കുന്ന സമയത്ത് ഡീസലിന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കിട്ടിയത് 0 പ്രോഫിറ്റ് ആണ്. അങ്ങനെയല്ല, എക്സൈസ് ഡ്യൂട്ടി 10% കുറച്ചു. അങ്ങനെയല്ല, രൂപയല്ല ശതമാനം. ഓക്കെ, കറക്റ്റ് ചെയ്യുന്നു. രൂപയല്ല ശതമാനം അത് കിട്ടിയിട്ടില്ല. അപ്പോൾ 0% എന്ന് പറയുമ്പോഴത്തേക്ക് 0 രൂപയാണല്ലോ. എന്തായാലും അങ്ങനെ കിട്ടെ. അപ്പോൾ അത്രമാത്രം കാര്യങ്ങൾ സർക്കാർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളത്, ഈ ലോകത്തിലെ ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഏറ്റവും ചെറിയ രീതിയിലുള്ള, അതിനെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു. ശ്രീമതി ആശ, ഈ കേന്ദ്രം ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും ഭരിച്ചിരുന്നവരും ഒക്കെ തമ്മിലുള്ള വാഗ്വാദത്തിൽ എരിഞ്ഞു തീരുമോ വിലക്കയറ്റത്തെക്കുറിച്ചുള്ള സാധാരണക്കാരൻ്റെ ആശങ്ക? അതെ മിസ്റ്റർ ഗോപികൃഷ്ണൻ, എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ഇവർ പരസ്പരം പഴിചാരിയിട്ട് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സർക്കാരും എല്ലാം പഴിചാരിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഇതിൽ ഇടപെടാൻ കഴിയും, പല രീതിയിൽ ഇടപെടാൻ കഴിയും. സംസ്ഥാന സർക്കാരിനായാലും കേന്ദ്ര സർക്കാരിനായാലും പല രീതിയിൽ ഇടപെടാൻ കഴിയും ഇതിനകത്ത്. ഇത് ജനങ്ങൾക്ക് ഹിതകരമായ ഒരു വില നയത്തിലേക്ക്, അല്ലെങ്കിൽ പ്രൈസ് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കാരണം ഓരോ മാസവും 1-ാം തീയതി നമ്മൾ എഴുന്നേൽക്കുമ്പോൾ അന്ന് എത്രയാണ് വില കൂടുന്നതെന്ന് നോക്കിയാണ് എല്ലാവരും എഴുന്നേൽക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ട് കഴിഞ്ഞ ആ മെയ് മാസത്തിൽ 1000-ഓളം രൂപയാണ് ഈ പാചകവാതകത്തിന് കൂടിയത്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി വെറുതെ ജനങ്ങളെ വിഡ്ഢികളാക്കിയിട്ട് യാതൊരു കാര്യമില്ല. പറ്റുന്ന രീതിയിൽ ഇപ്പോൾ സെസ് കുറയ്ക്കാം, സംസ്ഥാന നികുതി കുറയ്ക്കാം. കേന്ദ്ര സർക്കാരിനാണെങ്കിൽ ഈ പബ്ലിക് മേഖലയിൽ എണ്ണ കമ്പനികളിലെല്ലാം ഒരു പബ്ലിക് വെൽഫെയർ വില നയം കൊണ്ടുവരാം. അങ്ങനെ പല രീതിയിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും. ഇതിനൊന്നും മെനക്കെടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഇരുന്നിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീമതി ദീപ്തി, എന്താ താങ്കൾ ഇടപെട്ടത് പെട്ടെന്നൊന്ന് പറയാമോ? ചർച്ച അവസാനിപ്പിക്കാൻ.
ഒറ്റ കാര്യം, ആ പെട്രോളിയം ബോണ്ടിനെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് BJPയുടെ പ്രതിനിധി പറഞ്ഞു. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. പെട്രോളിയം ബോണ്ട് യഥാർത്ഥത്തിൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തത് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് സ്റ്റേറ്റ് ഓൺഡ് ആയിട്ടുള്ള പെട്രോളിയം കമ്പനികൾ അവർ മാർക്കറ്റ് പ്രൈസ്, ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ ആ പ്രൈസിനെ അനുപാതമായിട്ട് ഇവിടെ കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിൽ കൂട്ടാതെ പ്രൈസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അപ്പോൾ കൺസ്യൂമേഴ്സിന്, അതായത് സാധാരണക്കാരന് ഇന്ധന വില കുറച്ച് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം പെട്രോളിയം കമ്പനികൾക്ക് നഷ്ടം വരികയും ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടാണ് പെട്രോളിയം ബോണ്ടുകൾ അന്ന് ഇറക്കിയത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ പോലെ അടച്ചു തീർക്കേണ്ട ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്നേ. അടച്ചു തീർത്തുന്ന അതെന്താ, ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂവേഷൻ ആണ്. ഒരു ഗവൺമെന്റ് ഒരു നയം എടുത്തു ശരി. ഏതായാലും ഒരു കാര്യം പ്രേക്ഷകരോട് പറയാനുള്ളത്, വിലക്കയറ്റത്തിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്നല്ല, വിലക്കയറ്റം എത്ര നാൾ ഉണ്ടാകും എന്നുള്ളതുമല്ല, വിലക്കയറ്റത്തിന്റെ പരിഹാരവും പോംവഴിയും ആര് കണ്ടെത്തും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം. കാരണം സാധാരണക്കാരൻ അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമായി വിലക്കയറ്റം മാറുമ്പോൾ അതിൻ്റെ കാരണങ്ങളുടെ സൈദ്ധാന്തിക തലങ്ങളിലേക്കോ രാഷ്ട്രീയത്തിലേക്കോ ആയിരിക്കില്ല അവൻ കടക്കുക അതിന് ആശ്വാസം പകരുന്ന രീതിയിലുള്ള ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ്. സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും ജനങ്ങളുടെ ദുരിതഭാരം കുറയ്ക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുമ്പോൾ മാത്രമേ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് എൻകൗണ്ടറിലൂടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.